നമസ്കാരം. അടുത്ത ക്ലാസ് ടെൻഡേഡ് വോട്ടും ചലഞ്ച് വോട്ടുമാണ്. ഇപ്പൊ ടെൻഡേഡ് വോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അടുത്ത് ID കാർഡൊക്കെ കൊടുത്തു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നോക്കുമ്പോൾ ആ ക്രമ നമ്പറിലുള്ള വോട്ട് മറ്റാരോ ചെയ്തു പോയിരിക്കുന്നു. അത് ആരുടെയും ശ്രദ്ധയിൽ വന്നില്ല, ഏജന്റുമാരുടെ ശ്രദ്ധയിലോ ഒന്നും വന്നില്ല. അപ്പോൾ ഒന്നുകിൽ അത് ചെയ്തു പോകാനുള്ള കാരണം ഒരു തെറ്റായ രേഖപ്പെടുത്തലാവും, അല്ലെങ്കിൽ ഒരാൾമാറാട്ടം ആവാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാളുടെ വോട്ട് വേറൊരാൾ ചെയ്തു പോയാൽ ഈ വോട്ടർക്ക് അയാളുടെ ഐഡന്റിറ്റി പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യം വന്നാൽ അയാളെ കൊണ്ട് ടെൻഡേഡ് വോട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ആ വോട്ടർക്ക് ഉണ്ട്, അതിൽ തർക്കമില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള വോട്ട് ടെൻഡേഡ് വോട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ടെൻഡേഡ് വോട്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ തന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പർ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതേ ബാലറ്റ് ബാലറ്റിംഗ് യൂണിറ്റിലുള്ള ബാലറ്റ് പേപ്പർ പോലെ തന്നെയുള്ള ഒരു ബാലറ്റ് പേപ്പർ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് 10-20 എണ്ണം ഒക്കെ ഒരു ബൂത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ടാവും. അതിൽ ഒരെണ്ണം എടുത്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഇയാൾ യഥാർത്ഥ വോട്ടർ ഇയാളാണ്, ഇയാളെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യണം. അതിനുശേഷം ആ ഐഡന്റിറ്റി പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യം വന്നാൽ ഇയാൾക്ക് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ നമുക്ക് തന്നിരിക്കുന്ന പേരും ചിഹ്നവും ഒക്കെയുള്ള ആ ബാലറ്റ് പേപ്പറിന്റെ പുറകില് പ്രിസൈഡിംഗ് ഓഫീസർ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എന്ന് എഴുതണം. ഇത്തരം വോട്ട് നമ്മൾ ടെൻഡേഡ് ബാലറ്റ് പേപ്പറിൽ നമ്മൾ പണ്ട് ചെയ്തിരുന്ന ആരോ ക്രോസ് മാർക്ക് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവരെ നമ്മൾ മെഷീനിൽ EVM വോട്ട് ചെയ്യിക്കാൻ അനുവദിക്കരുത്. ഈ ടെൻഡേഡ് വോട്ട് ചെയ്യുന്ന ആൾക്കാർ യാതൊരു കാരണവശാലും മെഷീനിൽ വോട്ട് ചെയ്യിക്കാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ആരോ ക്രോസ് മാർക്ക് നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മുടെ മെറ്റീരിയൽസിൽ ഇതുപോലെ സീൽ ചെയ്യാനുള്ള പാഡ് ഉണ്ട്, മഷി കുത്താനുള്ള പാഡ് ഉണ്ട്, ആരോ ക്രോസ് മാർക്ക് ഉണ്ട്. ഇതൊക്കെ ആരോ ക്രോസ് മാർക്കും ഈ ആരോ ക്രോസ് മാർക്ക് പാഡിൽ മഷിയിൽ കുത്തിയിട്ട് വേണം ഇവരുടെ കൈവശം കൊടുക്കാൻ. ഒപ്പം എന്തും കൊടുക്കണം, ബാലറ്റ് പേപ്പറും കൊടുക്കണം. അങ്ങനെ ബാലറ്റ് പേപ്പർ കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് വേറൊരു കമ്പാർട്ട്മെന്റ്, സ്പെഷ്യൽ കമ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചാണ് ചെയ്യിക്കേണ്ടതെന്നാണ് പറയുന്നത്. അല്ല എങ്കിൽ ഇവിടെ തന്നെ വെച്ച് അവർ പോയി സ്ഥാനാർത്ഥിയുടെ നേർക്ക് അല്ലെങ്കിൽ ചിഹ്നത്തിന്റെ നേർക്ക് അവിടെ ആരോ ക്രോസ് മാർക്ക് വെച്ച് മടക്കി തിരിച്ചു കൊണ്ടുവന്ന് പ്രിസൈഡിംഗ് ഓഫീസറെ ഏൽപ്പിക്കണം. ബോക്സ് ഒന്നുമില്ല. ആ പ്രിസൈഡിംഗ് ഓഫീസർ ഈ ടെൻഡേഡ് വോട്ട് വോട്ടിനുള്ള ഒരു കവറുണ്ട്, ആ കവറിൽ ഈ വോട്ട് വെക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടപടിക്രമം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇലക്ട്രോളില് അപ്പൊ ഇതിന്റെ സാധാരണ പ്രൊസീജിയറിൽ എന്തൊക്കെ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. മാർക്ക്ഡ് കോപ്പി ഓഫ് ദി ഇലക്ട്രോളില് ഇയാളെ വരയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇയാൾ ഓൾറെഡി വരഞ്ഞു കിടക്കുകയാണ്. ഇയാളുടെ പേരിന് നേരെ ക്രോസ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വരയ്ക്കാൻ പറ്റില്ല. രണ്ടാമത്, അവിടെ വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് വോട്ടേഴ്സ് രജിസ്റ്ററിൽ അടുത്ത സെക്കൻഡിന്റെ അടുത്തെത്തിയിട്ട് വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഒപ്പിടാൻ പറ്റുമോ? അതും പറ്റില്ല. പക്ഷെ ഇയാൾക്ക് മഷി കുത്തണം. വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഒപ്പിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വോട്ടേഴ്സ് സ്ലിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. മെഷീനിൽ വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടേഴ്സ് സ്ലിപ്പ് കൊടുക്കണ്ടു. അപ്പോൾ വോട്ടേഴ്സ് സ്ലിപ്പ് ആവശ്യമില്ല, രജിസ്റ്ററിൽ എഴുതേണ്ട ആവശ്യമില്ല, രജിസ്റ്ററിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല, സ്ലിപ്പും കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ഇതെല്ലാം പ്രിസൈഡിംഗ് ഓഫീസർ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ട് അവിടുന്ന് ഒരു ഫോമിൽ എഴുതി കാര്യങ്ങളൊക്കെ എഴുതി ഇദ്ദേഹത്തിന് ഈ സർട്ടിഫിക്കറ്റും ഈ ബാലറ്റ് പേപ്പറും ആരോ ക്രോസ് മാർക്കും കൂടി പ്രിസൈഡിംഗ് ഓഫീസറും മഷി കുത്തി കയ്യിൽ കൊടുക്കുന്നതല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വോട്ടിംഗ് ഇങ്ങനെ ഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം എങ്കിൽ
നമ്മൾ യാതൊരു കാരണവശാലും അയാളെ ആ കമ്പാർട്ട്മെന്റിലേക്ക്, ഇത്തരക്കാർക്ക് വേറൊരു കമ്പാർട്ട്മെന്റ് വേണമെന്നാണ് പറയുന്നത്, ഞാൻ അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ വേറൊരു കമ്പാർട്ട്മെന്റ്, നമ്മളൊരു ടെൻഡറേഡ് ബാലറ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ തന്നെ ചെയ്യാന്നുള്ള. ആ സമയത്ത് തേർഡ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ബാലറ്റ് ബട്ടൺ അമർത്തിയിരിക്കരുത്. ഈ ബാലറ്റ് ബട്ടൺ അമർത്തി ഇരുന്നിട്ട് നിങ്ങൾ പോയി പേപ്പറും കൊടുത്ത് അവിടെ ചെയ്തോളാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഈ മറ്റേത് വോട്ടിംഗ് മെഷീനിൽ അയാൾ ചെയ്തു പോയാൽ, നമ്മൾ പറയാമല്ലോ കല്ല് ചൂടായി കിടന്നു എന്ന് പറഞ്ഞ മാതിരി, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഒരു ബാലറ്റ് റെഡി ബട്ടൺ റെഡി കത്തി നിൽക്കുന്ന ഒരു സമയത്ത് അയാളെ അങ്ങോട്ട് വിടരുത്. ഒരാൾ വോട്ട് ചെയ്ത് പൂർണ്ണമായി വിട്ടതിന് ശേഷം അടുത്ത ബാലറ്റ് കൺട്രോൾ യൂണിറ്റിൽ അമർത്തുന്നതിന് മുമ്പ് വേണം, ഈ ഗ്യാപ്പിൽ വേണം ഇദ്ദേഹത്തെ ടെൻഡേഡ് വോട്ട് ചെയ്യിക്കാൻ അങ്ങോട്ട് വിടേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കണം. ഇല്ലാത്ത പക്ഷം ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും, അയാൾ അവിടെ പോയിട്ട് അയാൾ നീലബട്ടൺ ഒന്ന് അമർത്തും, ആ വോട്ട് അയാൾ മെഷീനിൽ ചെയ്തതായിട്ട് വരും. ഇതും ചിലപ്പോൾ കുത്തിയിട്ട് കൊണ്ടുവരും. അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഒഴിവാക്കണം. ഇനി മറ്റൊന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രിസൈഡിംഗ് ഓഫീസർ ഇത് ചെയ്യുമ്പോൾ 17B ഫോം 17Bയിൽ ടെൻഡർ വോട്ട് ചെയ്യുന്നവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തണം. വോട്ടറുടെ ഒപ്പും വിരലടയാളോ, ഒപ്പല്ലെങ്കിൽ വിരലടയാളം വാങ്ങണം. പിന്നെ ചെയ്യുന്ന ടെൻഡർ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വിശദാംശങ്ങൾ ഈ ഫോമിൽ രേഖപ്പെടുത്തിയതിന് ശേഷം വോട്ടറുടെ ഒപ്പും വിരലടയാളവും വാങ്ങണം. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ജോലി ഞാൻ പറഞ്ഞല്ലോ, ടെൻഡേഡ് വോട്ട് ചെയ്യുന്ന ജോലി പൂർണ്ണമായിട്ടും പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കുക. ഫസ്റ്റ് പോളിംഗ് എടുക്കുക, കാരണം അവിടെ വേറെ ഒന്നുമില്ല, മഷി പുരട്ടുക മാത്രമേ വേണ്ടൂ. അപ്പോൾ മറ്റേ ആ വഴിക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ടെൻഡേഡ് ബാലറ്റ് പേപ്പറിന് പുറകിൽ എഴുതി അതിന് ശേഷം അദ്ദേഹം ഇഷ്യൂ ചെയ്യും. വോട്ട് അവിടെ ചെയ്യട്ടെ, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹം വയ്ക്കട്ടെ. സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് പോയാൽ അകത്ത് പോകുമ്പോൾ ബാലറ്റ് ബട്ടൺ അമർത്തി ലൈറ്റ് കത്തി നിൽക്കുന്ന ഒരു സമയത്താവരുത് ഇവരെ അങ്ങോട്ട് വിടുന്നത്. ഓക്കെ, ആ സുഗമമായിട്ട് അതിൻ്റെ വോട്ടിങ്, അതുപോലെ ഇപ്പുറത്ത് നമ്മൾ സാധാരണ വോട്ടിങ് സുഗമമായിട്ട് നടക്കുകയും ചെയ്യട്ടെ. ഒരു ചെറിയ ബ്രേക്ക് ഇട്ട് ടെൻഡേഡ് വോട്ട് ചെയ്യിച്ചാൽ മതി. അടുത്ത നമുക്ക് പറയാനുള്ളത് ചലഞ്ച് വോട്ടിനെ കുറിച്ചാണ്. ചലഞ്ച് വോട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വോട്ടൊന്നും ഇല്ല ശരിക്കും. പക്ഷേ നമ്മൾ എന്താണ് ഈ ചലഞ്ച്ഡ് വോട്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പം ചലഞ്ച്ഡ് വോട്ടാണ് ശരിക്കും, ചലഞ്ച് വോട്ടല്ല, ചലഞ്ച്ഡ് വോട്ടാണ്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അത് മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ, ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യലിലാണ് ഈ ചലഞ്ച്ഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വന്നു, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ക്രമനമ്പറും അദ്ദേഹത്തിൻ്റെ പേരും വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് അയാളല്ല ഇയാൾ എന്ന് പോളിംഗ് ഏജന്റുമാർക്ക് തോന്നിയാൽ അവിടെയാണ് ചലഞ്ച് നടക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ പോളിംഗ് ഏജന്റിന് അത് ചോദ്യം ചെയ്യാവുന്നതാണ്. അതാണ് പ്രത്യേകത. ഇതിനായിട്ട് സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഒരു ചലഞ്ച്, ഇത് വോട്ടറുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുകയാണ് ശരിക്കും. അത് സാധാരണഗതിയിൽ വ്യക്തമായ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു ഐഡന്റിറ്റി ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാകുമ്പോൾ എല്ലാവർക്കും എല്ലാവരെയും അറിയാമല്ലോ. അപ്പോൾ പോളിംഗ് ഏജന്റ് പറഞ്ഞു, ഇത് നമ്മൾ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു ആൾമാറാട്ടം ആവാം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞ ക്രമനമ്പറിലുള്ള മറ്റൊരു പേരുകാരനായിരിക്കാം ഇത്. ക്രമനമ്പർ അതേ ബൂത്തിൽ തന്നെ ഇയാളുടെ വോട്ട് ഉണ്ടായിരിക്കാം, ക്രമനമ്പർ മാറിപ്പോയതാവാം. അല്ലെങ്കിൽ തൊട്ടടുത്ത ബൂത്തിൽ ഒരു ഏരിയ തന്നെ, ഒരു സ്കൂളാണെങ്കിൽ സ്കൂളിൽ തന്നെ 2 3 ബൂത്തൊക്കെ ഉണ്ടാവാമല്ലോ, അടുത്ത ബൂത്തിലെ അംഗമാകാം. ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. അങ്ങനെ ഒറ്റയടിക്ക് ഇതിന്മേൽ ഒരു കമന്റ് നമ്മൾ രേഖപ്പെടുത്താനും പാടില്ല പ്രിസൈഡിംഗ് ഓഫീസർ. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു 2 രൂപ ക്യാഷ് ആയിട്ട് കെട്ടിവെക്കണമെന്നാണ് പറയുന്നത്. 2 രൂപ നോട്ട് പോലും ഇല്ല കെട്ടിവെക്കുക, ഇപ്പോൾ കോയിനാണ് ഉള്ളത്, എന്നാലും അതിൻ്റെ വാചകം അങ്ങനെയാണ്, 2 രൂപ കെട്ടിവെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു റെസീറ്റ് ഉണ്ട് നമുക്ക്. ആ റെസീറ്റ് നമുക്ക് തന്നിട്ടുള്ളതാണ്. റെസീറ്റ് ഈ പോളിംഗ് ഏജന്റ് ആണ് 2 രൂപ കെട്ടിവെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലും പ്രിസൈഡിംഗ് ഓഫീസറുടെ മനസ്സിൽ എപ്പോഴും വേണം, ഒരു വോട്ടറുടെ അവകാശം നിഷേധിക്കാൻ ഒരിക്കലും നമുക്ക് ആർക്കും അവകാശമില്ല. അപ്പോൾ ഒരു വോട്ടർ ന്യായമാണെങ്കിൽ അയാളെ കൊണ്ട് വോട്ട് ചെയ്യിച്ചേ പറ്റൂ. അത് വേറെ ഒരു ഏജന്റ് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ
അപ്പോൾ അത്തരത്തിൽ ഈ തെളിവുകൾ ഹാജരാക്കേണ്ട, അയാൾ ഇന്നയാളല്ല എന്നുള്ള രീതിയിൽ ഒരു ഏജന്റ് ചലഞ്ച് ചെയ്താൽ അയാൾ അതിന്റെ തെളിവുകൾ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം കൂടി അയാൾക്കും ഉണ്ട്. ഒപ്പം പ്രിസൈഡിംഗ് ഓഫീസർ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം, പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും വേണം. അപ്പോൾ പ്രാഥമികമായിട്ട് ശരിക്കും പറയുമ്പോൾ എല്ലാ വോട്ടർമാരെയും യഥാർത്ഥ വോട്ടർമാരായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ 2 രൂപ ഫീസ് വാങ്ങിയ ശേഷം ഏജന്റിന് അനക്സർ 19 പ്രകാരം റെസീറ്റ് നൽകണം. അതിനുശേഷം ഈ ആൾമാറാട്ടം എന്തെങ്കിലും ആണ് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കൊടുത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷകളെ പറ്റിയൊക്കെ ഈ വോട്ടർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. പിന്നെ ഈ വോട്ടർ പട്ടികയിലെ വിവരങ്ങളൊക്കെ വോട്ടറെ വായിച്ച് കേൾപ്പിക്കാം. ഫോം 14 ഈ ചലഞ്ചിഡ് വോട്ടിന്റെ ഒരു ഫോം ഉണ്ട്. അത് 14 ഈ വോട്ടറുടെ പേരും വിലാസവും രേഖപ്പെടുത്താനുണ്ട്. എന്നിട്ട് ഈ വോട്ടർ ഇതിൽ ഒപ്പിടാനോ വെള്ളടയാളം പതിപ്പിക്കാൻ ഉണ്ട്. ആ ഫോമിന്റെ ഒരു പ്രത്യേകത, വോട്ടർ ചലഞ്ചിഡ് വോട്ട് ചെയ്യുന്ന ആളുടെ പേരും വിലാസവും അതിൽ രേഖപ്പെടുത്തണം ഫോം 14. പിന്നെ ഒപ്പിടണം. അല്ലെങ്കിൽ അതിൽ ഒപ്പിടാനോ തമ്പ് വെക്കാനോ അയാൾ വിസമ്മതിച്ചാൽ അയാളെ വോട്ട് ചെയ്യിക്കാൻ പാടില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഈ പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ഈ ഏജന്റ് ഉന്നയിച്ച ഒരു ചലഞ്ചിൽ ഒരു പിന്നെ തെളിവെടുപ്പ് നടത്തണം, സ്വകാര്യമായിട്ടാണെങ്കിൽ പോലും. അപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസികളോട് അന്വേഷിക്കാം. അദ്ദേഹം ഈ വോട്ട് ചെയ്യാൻ വന്ന ആളെ ഇരുത്താൻ വേണമെങ്കിൽ കസേരയൊക്കെ കൊടുത്ത് ഇരുത്തി അയാളുടെ ഒരു ഭാഗമൊക്കെ നമ്മൾ പോളിംഗ് ഏജന്റിന് അവകാശം, ഇങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറയുന്ന അവകാശം പോലെ തന്നെ വോട്ടർക്ക് തന്റെ ഭാഗം പറയാനുള്ള അവകാശം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അല്ലാതെ അയാളെ ഒരു കുറ്റക്കാരനായിട്ട് കാണുകയോ യാതൊരു വിധത്തിൽ ആ രീതിയിലുള്ള സമീപനവും നടത്താൻ പാടില്ല. ഇതിലെന്താ യഥാർത്ഥം നമുക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തി അവിടെയുള്ള ജനപ്രതിനിധികളോട് അന്വേഷിക്കാം, ആ ബൂത്തിലുള്ള ആ ഏരിയയിലുള്ള അവിടെയുള്ള അയൽവക്കക്കാരുടെ അടുത്ത് നിന്ന് തെളിവെടുക്കാം. പിന്നെ ഏജന്റ് എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് കൊണ്ടുവന്നാലേ അത് നിഷേധിക്കാനുള്ള അവകാശവും ഈ വോട്ടർക്ക് ഉണ്ട്. ആ പ്രദേശത്തുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ, അയൽവാസികളൊക്കെ സാക്ഷികളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നേ ഉള്ളൂ. ഇയാളുടെ ഒരു വോട്ട് എന്താണ്, ആരാണ് ഇയാൾ തന്നെയല്ലേ ആ വോട്ടർ എന്നുള്ള കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാം. പിന്നെ വോട്ടർ വ്യാജനാണെന്ന് തെളിയിച്ചാൽ പോലീസിന് കൈമാറുക ചെയ്യുക. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ഈ കള്ളവോട്ട് ചെയ്യാൻ വരുന്നവരുടെയൊക്കെ എണ്ണം അങ്ങനെയൊന്നും സാധാരണഗതി വളരെ 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 കുറവാണ്. അതുകൊണ്ട് നമുക്ക് അതിലുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. അന്തിമ തീരുമാനം പ്രിസൈഡിംഗ് ഓഫീസർക്ക് തന്നെയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അയാൾക്ക് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പറയാം, ഈ ഒരു ഇതിൽ നിങ്ങളെ പറ്റി ഒരു ഇത് വന്നതുകൊണ്ട് ഒരു നിങ്ങളുടെ വീട്ടിൽ മറ്റെന്തെങ്കിലും രേഖകളുണ്ടോ, അപ്പോൾ റേഷൻ കാർഡോ മറ്റെന്തെങ്കിലും ഒരു രേഖയും കൂടി നിങ്ങളൊന്ന് ഹാജരാക്കിയാൽ നന്നായിരുന്നു. തർക്കം ഉണ്ടാക്കരുത്. തർക്കം ഉണ്ടാക്കിയാൽ അവിടെ മറ്റൊരു ഇഷ്യൂവിലേക്ക് അത് പോകും. അപ്പോൾ അതുകൂടി കിട്ടിയാൽ നല്ലതായിരുന്നു. അതൊന്നും നിങ്ങൾ സാർ ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ പുറത്ത് നിങ്ങൾ എവിടെ നിന്നാണ് ഈ സ്ലിപ്പ് കിട്ടിയത്, നിങ്ങളുടെ ക്രമ നമ്പർ അത് തന്നെയാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് അത് പരിഗണിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ക്രമ നമ്പർ നിങ്ങളുടേതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരുമോ എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ഒരു തട്ടിപ്പ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഒരു ഡോക്യുമെന്റ് കൊണ്ടുവരാൻ അവർ തയ്യാറാവില്ല. അവർ പിന്നെ ഈ വഴിക്ക് വരികയില്ല. അവർ ആ വഴിക്ക് അങ്ങ് പോകും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പോകുന്ന വഴി അങ്ങ് പോവുകയുള്ളൂ, പിന്നെ ഇങ്ങോട്ട് വരില്ല. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല. സാധാരണഗതിയിൽ ഒരു ചലഞ്ചർ വോട്ടിന് പോലും പ്രസക്തി ഇല്ലാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പോലും നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസറും ബാക്കിയുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇയാൾ യഥാർത്ഥ വോട്ടറാണെന്ന് മനസ്സിലായാൽ അയാളെ വോട്ട് ചെയ്യിക്കാവുന്നതാണ്. കാരണം അയാൾക്ക് വേണ്ടിയിട്ട് പകരം ഒരാൾ അവിടെ വോട്ട് ചെയ്തിട്ട് ഒന്നുമില്ല, അപ്പോൾ ടെൻഡർ കൊടുക്കേണ്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് സ്വീകരിക്കാം. ഇനി പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞത് ശരിയാവുകയാണെങ്കിൽ, പോളിംഗ് ഏജന്റ് പറഞ്ഞത് ശരിയാവുകയാണെങ്കിൽ അയാൾക്ക് ആ 2 രൂപ തിരിച്ചു കൊടുക്കണമെന്നാണ്. അതിനും ഒരു റെസീറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഈ തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടണം. സർക്കാരിലേക്ക് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു കൊണ്ട് റിസീവിംഗ് സെന്ററിൽ പോകുമ്പോൾ ഈ 2 രൂപ അതിന്റെ റെസീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കവറിലിട്ട് കൊണ്ടുപോകണം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി
ഈ ചലഞ്ചർ വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു വോട്ടാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് സാധാരണ ഒരു വോട്ട് തന്നെയാണ് ഈ ചലഞ്ചർ വോട്ട്. ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഒരു ചലഞ്ച് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈ ചലഞ്ചർ വോട്ട് എന്ന് പറയുന്നത് കവറിൽ ഇടണോണ്ട സാധനമാണെന്നോ, ഈ ചലഞ്ചർ വോട്ടിൽ സംശയം തോന്നുന്നവരുടെ അഡ്രസ്സും പേരും ഒക്കെ എഴുതിയ ഒരു ലിസ്റ്റാണ് കവറിലിടുന്നത്. യഥാർത്ഥത്തിൽ ഈ ചലഞ്ചർ വോട്ട് എന്ന് പറയുന്ന സംഭവം സാധാരണ വോട്ടർ ചെയ്യുന്ന മെഷീനിൽ ബാലറ്റിംഗ് യൂണിറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ വേറെ പുറത്ത് ടെൻഡേഡ് പോലെയുള്ള സാധനം അല്ല. അതും നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇത്തരത്തില് നമ്മൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോളിംഗ് ഏജന്റ് പറയുന്ന മുഴുവൻ ചലഞ്ചൊന്നുമല്ല. എല്ലാത്തിനെയും നമ്മൾ ചലഞ്ചായിട്ട് എടുക്കുകയും വേണം. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ മുൻകാലങ്ങളിൽ പിന്നെ ഞാൻ ഒരിക്കൽ കേട്ടതാണ്, ഏതോ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഇക്കാര്യം അദ്ദേഹം വളരെ നന്നായി തിയറി പഠിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ സൈഡ് അദ്ദേഹത്തിന് ഒരു വശമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പിന്നെ പിന്നെ ഒരു പോളിംഗ് ഏജന്റ് എഴുന്നേറ്റ പാട് എന്തോ പറയാൻ തുടങ്ങിയ പാട് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു, നിങ്ങൾ 2 രൂപ അടക്കണമെന്ന്. അങ്ങനെയില്ല. അപ്പോൾ അതൊന്നും ചലഞ്ചല്ല. ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എടുക്കണ്ടോ, വോട്ടറുടെ ഐഡന്റിറ്റി ഇതല്ല വോട്ടർ, അതിനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രം ഈ രീതി അവലംബിച്ചാൽ മതി. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പോളിംഗ് ഏജന്റുമാർക്ക് പറയാനുണ്ടാവും. സാർ അവിടെ എന്നെ പോലെ ഉണ്ട്, ഇവിടെ എന്നെ പോലെ, അവരെഴുന്നേറ്റ് ഒന്ന് സംസാരിക്കും. അത് പല കാര്യങ്ങളായിരിക്കും. ആ പോളിംഗ് ഏജന്റുമാർ പല തരക്കാരായിരിക്കും. ചിലർ ശാന്തരായിരിക്കും, വന്ന് അടയാളപ്പെടുക വരയ്ക്കുകയൊക്കെ മാത്രമേ അവർ ചെയ്യുള്ളൂ. ചിലർ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലർ നിരന്തരമായിട്ട് അവരുടെ സാന്നിധ്യം ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ പറയുന്നത് ഒന്നും തന്നെ നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്താൽ മതി, പ്രിസൈഡിംഗ് ഓഫീസർ തൽക്കാലം ഒന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്നും ചലഞ്ചല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനൊന്നും 2 രൂപ കെട്ടേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതും ആദ്യം ഒന്ന് ബോധിപ്പിച്ച്, അങ്ങനെ ഒന്ന് പറയണല്ലേ 2 രൂപ അടിക്കണമെന്ന് അന്നേരം ഒന്നും ആദ്യം ഒന്നും പറയണ്ട. നമുക്ക് അത് ആ രീതിയിലേക്ക് പോകുമ്പോൾ മാത്രം ഇതുപോലെ, അല്ലെങ്കിൽ വലിയ പാടാണ്. റെസീറ്റ് മുറിക്കണം, പിന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കണം, അത് പിന്നെ അവിടെ കൊടുക്കണം, ഇവിടെ അതിൻ്റെ റെസീറ്റിൻ്റെ എല്ലാം ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അതിലേക്ക് നമ്മൾ നീങ്ങേണ്ടതില്ല. നമ്മൾ ഭാഗ്യവശാൽ ചലഞ്ചഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല എന്ന് തന്നെ, 99% ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോവേണ്ടത്. പക്ഷേ ഇതൊക്കെ പ്രതീക്ഷകൾ മാത്രമാണ്. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, നല്ലതിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, ഏറ്റവും മോശത്തെ നമ്മൾ കരുതിയിരിക്കുക എന്ന്. അപ്പോൾ ഇത് രണ്ടും വേണം. നല്ലതിനെ നമ്മൾ വളരെ ഇതായിട്ട് പ്രതീക്ഷിച്ചിരിക്കുക, ഏറ്റവും മോശമായതിനെ നമ്മൾ കരുതിയിരിക്കുകയും വേണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഓരോ ഫോംസും നിങ്ങൾ ക്ലാസ് ഞാനിത് മുഴുവനായിട്ട് അങ്ങ് പറയാമെന്ന് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവസാനമാകുമ്പോഴത്തേക്ക് എല്ലാ ഫോംസും ഇൻക്ലൂഡിങ് 17C, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി, അങ്ങനെ ബുദ്ധിമുട്ടുള്ള എല്ലാ ഫോംസും പൂരിപ്പിക്കുന്ന രീതിയും ഒക്കെ തന്നെ കൃത്യമായിട്ട് ക്ലാസ്സുകളിലൂടെ പറയും എന്നും നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഫോംസ് എല്ലാം കൂടി ഒരുമിച്ച് പറയാമല്ലോ. ഇതിപ്പം 1-2 ക്ലാസ് കൊണ്ട് ബാക്കി തിയറി ഒക്കെ പറഞ്ഞു തീരും. അപ്പോൾ നമുക്ക് അടുത്തത് ഫോംസിലേക്ക് കടക്കാം. അപ്പോൾ ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.